ഇപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, എന്നെ പുതുക്കി പണിയുന്ന കർത്താവ്. കർത്താവിന് എന്നെ പുതുക്കി പണിയാൻ പറ്റും. ഗോഡ് ക്യാൻ മേക്ക് മീ ന്യൂ. എന്നെ ഒന്നും കൂടെ പുതുക്കി പണിയാൻ കർത്താവിന് പറ്റും. ആദ്യം കർത്താവ് നമ്മളെ സരള ഹൃദയരായി സൃഷ്ടിച്ചു. നമ്മളങ്ങനെ നന്നായിട്ട് നടക്കുമായിരുന്നു. ആദവും ഹവ്വയും പറുദീസയിൽ കൂടെ നടക്കണ മാതിരി നമ്മളങ്ങനെ ഒരു കുഴപ്പമില്ലാതെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ആ സർപ്പം വന്ന് ഹവ്വായ്ക്ക് ചില ദുരുപദേശം കൊടുത്തതുപോലെ ലോകത്തിൽ നമ്മൾ വളർന്നു വന്നതനുസരിച്ച് ഓരോ സർപ്പങ്ങൾ വന്ന് ഓരോ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മുടെ മനസ്സും ഹൃദയവും ദൈവത്തിൽ നിന്നകന്ന്, കുടുംബത്തിൽ നിന്നകന്ന്, മക്കളിൽ നിന്നകന്ന്, മാതാപിതാക്കളിൽ നിന്നകന്നു, ജീവിത പങ്കാളിയിൽ നിന്നകന്നു, നല്ല കാര്യത്തിൽ നിന്നെല്ലാം പോയി ഒരു കെട്ട മനസ്സായി ചിലരുടെ, എല്ലാവരുടെയും അല്ല, ഒരു നല്ലൊരു ശതമാനം ആളുകളുടെ. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെക്കുറിച്ച് ഒരു അനുഭവമില്ല, ഒന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. പൊട്ട കുരുടി പാമ്പിനെ പോലെ ആയി നമ്മൾ ആത്മീയ മേഖലയിൽ രൂപാന്തരപ്പെട്ട്. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിലും അതുപോലെ തന്നെയാണ്. കുടുംബത്തിൽ എപ്പോഴും വഴക്ക്, ഒന്നിലൊരു സന്തോഷമില്ല. എത്ര രുചിയുള്ള ഭക്ഷണം വെച്ച് തന്നാലും ആ ഭാര്യയോട് ഒന്ന് സ്നേഹിക്കാനോ നല്ല വാക്ക് പറയാനോ പറ്റണില്ല. അല്ലെങ്കിൽ ആ ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചത്ത് പണിയെടുത്താലും തിരിച്ച് വരുമ്പോൾ ഒന്ന് സമാധാനം കൊടുക്കാനായിട്ട് ഭാര്യയ്ക്ക് പറ്റണില്ല. നല്ല ചീത്ത ഭാര്യ എന്നല്ല, നല്ല തങ്കപ്പെട്ട ഭാര്യ തന്നെയാണ്. പക്ഷേ അത് നമ്മൾ ഭർത്താവിനെ കണ്ട സ്വഭാവം മാറും. ബാക്കി എല്ലാവരോടും തങ്കപ്പെട്ടതാണ്. പക്ഷേ ഭർത്താവിനെ കണ്ടാൽ അത് മനഃപൂർവ്വമല്ല, തന്നെ അങ്ങനെ ആയിപ്പോണതാണ്. കാലിൻ്റെ അടിയിൽ നിന്ന് എന്തോ അങ്ങനെ ചൊറിഞ്ഞു കയറുക എന്നാണ് പറയണത്. എന്തോ പ്രശ്നമാണത്. അപ്പോൾ കുടുംബത്തിൽ സമാധാനം കൊടുക്കുകയില്ല. മക്കൾക്കും അങ്ങനെ തന്നെയാണ്. ബാക്കി എല്ലായിടത്തും നല്ലതാണ്. അപ്പനോടും അമ്മയോടും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇടഞ്ഞ പ്രകൃതം, അതാണ് വികട ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് താല്പര്യമില്ല, ചീത്ത കാര്യങ്ങൾക്ക് ഭയങ്കര ആവേശം. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, പിന്നെ ചീത്ത വിളിക്കാൻ ഭയങ്കര ആവേശം. അങ്ങനത്തെ തെറി വിളിക്കുന്നവർ, അസഭ്യം പറയുന്നവർ, ഇങ്ങനെ പല വിധത്തിൽ നമ്മുടെ ജീവിതം തകർന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ. ഈ ജീവിതത്തെ പുതുക്കി പണിയാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആത്മീയമായും ശാരീരികമായും മാനസികമായും എല്ലാ മണ്ഡലങ്ങളിലും പുതുക്കി പണിയാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ദൈവവചനം കർത്താവ് അയക്കുമ്പോൾ, ദൈവം അയക്കുന്ന വചനത്തിൻ്റെ പ്രത്യേകതയാണ്, എല്ലാം പുത്തനാക്കുന്ന ശക്തിയാണ് ദൈവവചനം. ദൈവവചനത്തിൽ നിന്ന് എല്ലാം പുത്തനായി തുടങ്ങണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം പുതുക്കി പണിയും, വിശ്വാസ ജീവിതത്തെ ദൈവം പുതുക്കി പണിയും, ശരീരത്തെ ദൈവം പുതുക്കി പണിയും, മനസ്സിനെ ദൈവം പുതുക്കി പണിയും, കുടുംബത്തെ ദൈവം പുതുക്കി പണിയും. ദൈവവചനം എല്ലാറ്റിനെയും പുനഃസൃഷ്ടി ചെയ്യുന്നതാണ്. ദൈവവചനത്തിൽ നിന്ന് എല്ലാം പുത്തനായി തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. അച്ഛൻ അവിടെ ഫ്ലോറിഡയിൽ ഒരു ധ്യാനം നടത്തുന്ന സമയത്ത് മെക്സിക്കോ അല്ല, ന്യൂയോർക്കിൽ നിന്ന്, ന്യൂജേഴ്സി ആ ഭാഗത്ത് നിന്ന് ഒരു കുടുംബം വന്നു. ആ കുടുംബം പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ, ജീവിതം എന്താണെന്ന് എന്തെങ്കിലും മനസ്സിലായത് ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. അതിനു മുമ്പ് ജീവിതം ഒരു നരകമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അപ്പോൾ പറഞ്ഞു, കല്യാണം കഴിച്ച് ഒറ്റ കാരണം കൊണ്ട് തന്നെ ജീവിതം നരകമായി എന്ന് പറഞ്ഞു. നല്ലൊരു ചേട്ടത്തിയാണ്, നല്ല തങ്കപ്പെട്ടൊരു ചേട്ടനാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ശമ്പളം എത്രയാണ്? വലിയ ശമ്പളമാണ് ഭാര്യയ്ക്കുള്ളത്. അമേരിക്കയിലെ ശമ്പളമാണ്, നമ്മളിവിടെ പറയണ്ട, ഒരു 4 ലക്ഷം 5 ലക്ഷം കണക്കായിക്കോ ഒരാൾക്ക് ഒരു മാസം ശമ്പളം. പിന്നെ അത് നിർത്തി നിൽക്കുമോ? ഭാര്യയുടെ ശമ്പളമാണ്. ഭർത്താവിന് മോശമില്ല, 6 ലക്ഷം 5 ലക്ഷമൊക്കെ ശമ്പളമുണ്ട്. രണ്ടിനും നല്ല ശമ്പളമുണ്ട്. അതുകൊണ്ട് രണ്ടിനും ഓരോരോ കാറുകൾ, രണ്ടിനും ഓരോരോ വീട്. ഭാര്യയ്ക്കൊരു വീട്, ഭർത്താവിനൊരു വീട്. രണ്ടിനും കൂടി 2 കുട്ടികൾ, ഒരെണ്ണം ഭാര്യയ്ക്ക്, ഒരെണ്ണം ഭർത്താവിനും. എല്ലാം 2 വെച്ച്, 2 അക്കൗണ്ട്, 2 പാസ്ബുക്കല്ല അതിൻ്റെ സംവിധാനം, എന്താ കാർഡോ, അതൊക്കെ 2. അതുകൊണ്ട് ഇവർ പറഞ്ഞ് ഞങ്ങൾ 2 പേരും അടിച്ച് പിരിഞ്ഞ് അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്ന സമയമെത്തി. അങ്ങനെ സമയത്തിയപ്പോൾ
ഇതിൻ്റെ അമ്മ നല്ലൊരമ്മയാണ്. ആ അമ്മ പറഞ്ഞു, നിങ്ങൾ അമേരിക്കയിൽ വലിയ ബുദ്ധിയും വലിയ കഴിവുള്ളവരാണെന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ നാട്ടിൻപുറത്ത് കേരളത്തിൽ നിന്ന് വിളിച്ച് പറയാം, ഞാനിവിടെ ഈ ചേനയും ചേമ്പൊക്കെ തിന്ന് ജീവിച്ച ഒരു പാവപ്പെട്ട അമ്മയാണ്. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുമെങ്കിൽ കേക്കടി മോളെ എന്ന് പറഞ്ഞിട്ട് മോളോട് പറഞ്ഞു. അമ്മയല്ലേ, മോളോട് പറഞ്ഞു, എടി മോളെ, നീ ഒരു കാര്യം ചെയ്യേ, നീ ആ അഭിഷേകാഗ്നി അവിടെ നെറ്റിൽ കിട്ടും, അത് കേൾക്കാൻ പറഞ്ഞു കുറച്ച്. ഇതിങ്ങനെ കേൾക്കണ സമയത്ത് ഇതിൻ്റെ ഹൃദയം അങ്ങോട്ട് ഉരുക്കുക. വചനം കേൾക്കുമ്പോഴേ ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്വഭാവത്തിന് നല്ല വ്യത്യാസം അങ്ങോട്ട് വരിക. അപ്പോൾ ഭർത്താവിന് ഇരിക്കപ്പുറത്തില്ല, കാരണം അപ്പുറത്ത് വചനം കേട്ടോണ്ടിരിക്കുക. അപ്പുറത്തെ ഇതിൽ ഭർത്താവ് ഇതെന്താ നീ സ്പെഷ്യലായിട്ട് എന്താ കേൾക്കണമെന്ന് പറഞ്ഞ് ഭർത്താവ് വന്ന് കേട്ട്, രണ്ടും കൂടെ കേട്ടിട്ട് ഒന്നും പറയണ്ട, അതുങ്ങൾ ആ വിവാഹമോചനത്തിന് ഒപ്പിട്ട സാധനമുണ്ട്, അതെല്ലാം അങ്ങോട്ട് കീറിക്കളഞ്ഞിട്ട് ഇവർക്ക് അങ്ങോട്ട് ഒരു പൊരിഞ്ഞ സ്നേഹം. ഇവർ ആ രണ്ട് വീടൊക്കെ വിറ്റ് ഒന്നാക്കി, എല്ലാം ഒന്നാക്കി. ഇനി ഭർത്താവില്ലാത്ത ഭാര്യയില്ല, ഭാര്യയില്ലാത്ത ഭർത്താവില്ലെന്ന് പറഞ്ഞ മാതിരി രണ്ടും ഇപ്പോൾ അടയും ചക്കരയും പോലെ അവിടെ. എന്നിട്ട് ഈ ന്യൂയോർക്കിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് വന്നിരിക്കുകയാണ്. വേറെ കുറേ ഫ്ലൈ ചെയ്ത് വന്നിട്ട് പറയുകയാണ്, ജീവിതം എന്താണെന്ന് ഇത്തിരിയെങ്കിലും മനസ്സിലായത് ഈ കുറച്ച് വർഷങ്ങളായിട്ടാണ്. അതുവരെ ഓരോരെണ്ണത്തിന് വിധേയപ്പെടില്ലായിരുന്നു. ഹൃദയം ഒരു പ്രത്യേക നരകിക്കുന്ന ജീവിതമായിരുന്നു എന്ന് പറഞ്ഞു. ചെറുപ്പത്തിൽ മാതാപിതാക്കന്മാർ അത് തന്നെ കൊമ്പ് പറക്കുന്ന സ്വഭാവമായിരുന്നു. വലുതായി കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയോടും, ഭാര്യ ഭർത്താവ് ഒക്കെ അങ്ങനെ തന്നെ. സമ്പത്ത് കൊണ്ട്, പണം കൊണ്ട്, ആരോഗ്യമുണ്ട്, ഒന്നിനും ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്തായി? ഒരു കീട സ്വഭാവം. എന്നാൽ നിരന്തരം വചനം കേട്ടപ്പോൾ അതുങ്ങളുടെ സ്വഭാവത്തെ ദൈവം ഒന്ന് പുതുക്കി പണിതു. അപ്പം അദ്ദേഹം ഭർത്താവ് ഒന്നും പറയണ്ട, ഭാര്യ ചേട്ടാ ചേട്ടാ എന്നൊക്കെ വിളിച്ച് ശരിക്കും നല്ല കേരളത്തിലെ നല്ല കുടുംബിനെ പോലെ ചോറൊക്കെ നന്നായിട്ടുണ്ടാകും. മറ്റേത് ചോറൊന്നും ഉണ്ടാക്കില്ല, വേണമെങ്കിൽ കടയിൽ പോയി കഴിച്ചോളാൻ പറയും. പൈസ ഉണ്ടല്ലോ, പോയി കഴിച്ചോളാം, അക്കൗണ്ടും ഉണ്ടല്ലോ, കഴിച്ചോളാൻ പറയും. എനിക്ക് എൻ്റെ കാര്യം നോക്കണ്ട, ഷോപ്പിങ്ങിന് എൻ്റെ ഇഷ്ടത്തിന് പോകും. ഭാര്യ ഇഷ്ടത്തിനങ്ങ് പോവുക, എന്നെ നോക്കണ്ട, നിങ്ങൾ എപ്പോഴെങ്കിലും കടന്നോളാൻ പറയും. ഭാര്യ എന്നിട്ട് കറങ്ങി അടിച്ചിട്ട് എപ്പോഴെങ്കിലും കയറി വരും. എല്ലാം അവനവൻ അപ്പനാ. ഒറ്റയ്ക്കൊരു ജീവിതം, എൻ്റെ സുഖം, എൻ്റെ തടി, എൻ്റെ സൗന്ദര്യം, എൻ്റെ സുഖം, എൻ്റെ എൻ്റർടൈൻമെൻറ്റ്, എൻ്റെ എൻജോയ്മെൻറ്റ്, എൻ്റേന്ന് മാത്രം. ഭർത്താവിനെ സ്നേഹിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ ഭാര്യനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഭാഗ്യം കിട്ടാതെ പോയ ഭർത്താവ്. ഹല്ലേലൂയ. പഠിപ്പുണ്ട്, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, ഡിഗ്രിയുണ്ട്, എല്ലാം ഉണ്ട്, പണമുണ്ട്, ജീവിതമില്ല. അവർ പറയും ജീവിതം ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇവർ പറയാണ്, ഇന്ന് ഞങ്ങൾ ജീവിതം എന്താണെന്ന് ഇത്തിരിയെങ്കിലും മനസ്സിലാക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിന് നമ്മുടെ കുടുംബത്തെ പുതുക്കി പണിയാൻ പറ്റും. ഈ മണിക്കൂറിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആരാണ് പുതുക്കി പണിയേണ്ടത്? ഈ ഭാര്യ ഒരുപാട് നോക്കി ഭർത്താവിനെ നേരെയാക്കാൻ. ഇവിടെ ഇരിക്കേണ്ട കുറേ ഭാര്യമാർ ഭർത്താവിനെ നേരെയാക്കാൻ നോക്കിയിട്ട് തോറ്റിരിക്കണവർ. പ്രൈസ് ദി ലോർഡ്. ഈ ഭർത്താവ് ഈ ഭാര്യനെ നേരെയാക്കാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്, പല സ്ഥലത്തും കൊണ്ടുപോയിട്ടേ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും നേരെയാക്കാൻ പറ്റില്ല. നേരെയാക്കണതും നന്നാക്കണതും ദൈവമാണ്. ദൈവത്തിനത് പറ്റും, വിശ്വസിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 2 മുതൽ 4 വരെ വാക്യങ്ങൾ. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 2 മുതൽ 4 വരെ വാക്യങ്ങൾ. അവിടെ മോശയും ദൈവവും തമ്മിലുള്ളൊരു ഏർപ്പാടാണ്. ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. ഒരു വടി അത് സർപ്പമായി, ഒരു സർപ്പം ഒരു വടിയായി. ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് എന്ത്, ഞാൻ സിമ്പിളായിട്ട് അത്രേ മനസ്സിലാക്കുന്നുള്ളൂ. ദൈവമാണ്, അതാദ്യം അംഗീകരിക്കണം. ദൈവമാണ്. നമ്മൾ തീരെ ചെറുതാക്കാൻ നിൽക്കണ്ട. ദൈവം. ഞാൻ അടുത്ത വാക്യം 4-ാം അധ്യായം 6-7. അത് മഞ്ഞുപോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കാണപ്പെട്ടു. അവിടുന്ന് കൽപ്പിച്ചു, കൈ വീണ്ടും മാറിടത്തിൽ വെക്കുക. അവൻ അപ്രകാരം ചെയ്തു. മാറിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ പൂർവ്വസ്ഥിതിയിലായി, ശരീരം നല്ല ശരീരമായി കാണപ്പെട്ടു. വെറുതെ നല്ല കൈയായിരുന്നു. മോശയുടെ കൈയാണ്, പണ്ട് നമുക്കറിയാം അല്ലേ, ഒരു കേടുമില്ലാത്ത കൈയായിരുന്നു മോശയുടെ കൈ. കർത്താവ് പറഞ്ഞ് ചങ്കത്ത് വെക്കാൻ പറഞ്ഞു. സ്വന്തം ചങ്കത്ത് വെച്ചു. എടുത്തപ്പം കുഷ്ഠം, നിറച്ചും കുഷ്ഠം.
ഉള്ളിലിരിപ്പ് അതായിരിക്കും എനിക്കറിയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. നിറച്ചും കുഷ്ഠം. ഒരു കേടുമില്ലാത്ത കൈയായിരുന്നു. ക്ഷണം നേരം എന്തായി, വേറെ ഒന്നും ചെയ്തില്ല, അങ്ങനെ വെച്ചെടുത്തപ്പോൾ കുഷ്ഠമായി നിറച്ചും. ആ മോശയുടെ മുഖത്തിൻ്റെ ഷേപ്പ് പുറത്ത് നോക്കിയേ. വീണ്ടും വെക്കാൻ പറഞ്ഞു, വെച്ചു, എടുത്തപ്പോൾ ക്ലിയർ, ആദ്യത്തേക്കാൾ നല്ല കൈ. സിമ്പിളായിട്ട് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. ഇങ്ങനെ അംഗീകരിക്കുക, ദൈവമാണ്. അവിടുന്ന് സർവശക്തനാണ്. അവിടത്തേക്ക് സകലതും കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം അവിടെ ഫോർട്ട് കൊച്ചി കൺവെൻഷൻ നടക്കുകയാണ്, ഈ കഴിഞ്ഞ കൺവെൻഷനെ. അപ്പോൾ ഒരു ചേച്ചി വന്നു. ആ ചേച്ചിയുടെ കൈ നിറയെ അരിമ്പാറ എന്ന് പറഞ്ഞ സാരമില്ല, അരിമ്പാറയുടെ മുകളിൽ 2ാം നിലയും 3ാം നിലയായിട്ട് അരിമ്പാറ വരിക എന്ന് പറഞ്ഞാൽ സ്ഥലമില്ലാത്തതുകൊണ്ടേ. അങ്ങനെ ആ അരിമ്പാറയായിട്ട് ഫോർട്ട് കൊച്ചിയിൽ കണ്ണമാലി കൺവെൻഷന് അവർ വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ എന്നിട്ട് സാക്ഷി പറഞ്ഞു, കണ്ണമാലി വെച്ച സാക്ഷ്യം പറയണത്, അവർ പറഞ്ഞിങ്ങനെയാണ്, ഒരു ദിവസം ഒരു ആളുടെ ഒരു അനുഭവം കേട്ടപ്പം ഇവരുടെ കുടുംബത്തിന് വിശ്വാസമായത്, ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമായി കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു, ദൈവത്തിനെല്ലാം ചെയ്യാൻ പറ്റും, ഇതൊന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ക്ലാര, ഞാൻ മുണ്ടമേലി ഇടവംഗമാണ്. ഒരു 2 വർഷമായിട്ട് എൻ്റെ വലത്തെ കൈയിൽ നിറച്ച അരിമ്പാറകളായിരുന്നു. അതായത് ഓരോ വിരലിലും മിനിമം 3-4 അരിമ്പാറ വീതം 17 അരിമ്പാറകളായിരുന്നു. എത്രയാ? 17. ദൈവമേ, 17 അരിമ്പാറ കയ്യിൽ എന്തായിരിക്കും? അപ്പം ഇങ്ങനെ കൈ കൊണ്ടുപോയാൽ മൊത്തം ഈ ചരലിൻ്റെ പുറത്ത് കൂടെ കൊണ്ട മാതിരി ഉണ്ടാവും. അങ്ങനെ 17 എണ്ണം അങ്ങനെ ഇരിക്കുക കയ്യിൽ. എന്നിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, കുറേ മെഡിസിൻസ് എടുത്തു, ഓയിൽമെൻറ്റ് പറ്റി. എന്നാൽ ഇത് കുറയുന്നുമില്ല. 2 എന്ന് ഉള്ളതിൽ നിന്ന് 17 അരിമ്പാറയിലേക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടുകൂടി അരിമ്പാറകൾ അന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു കൂടി വന്ന് 17 എണ്ണായി. ആദ്യം 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അത് 17 എണ്ണായി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്. എന്നിട്ടോ പ്രഗ്നന്റ് ആയതോടെ 17 എന്നത് പിന്നെയും വർദ്ധിച്ചു. എന്നിട്ട് ഒരു അരിമ്പാറയുടെ പുറത്ത് വീണ്ടും ചെറിയ 3-4 അരിമ്പാറകൾ പ്രത്യക്ഷപ്പെട്ടു. ദൈവമേ, സ്ഥലമില്ലാത്തതുകൊണ്ട് ഒന്നിന്റെ മുകളിൽ അടുത്ത് തന്ന വ്യക്തി വരാൻ തുടങ്ങി. അപ്പൊ അത്രയും അരിമ്പാറ വാശിയിലാണ് പോയി കുട്ടിയോട്. എന്നിട്ട് ഞാനും എൻ്റെ കുടുംബാംഗവും എപ്പോഴും ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി സ്ഥിരമായി കാണുന്നവരായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഇതേപോലെ 14 ചോര ഒലിക്കുന്ന അരിമ്പാറ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ ഈശോ സൗഖ്യപ്പെടുത്തി. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഒരു രാത്രി ഇത് മാത്രം വിശ്വസിച്ച് അങ്ങ് പ്രാർത്ഥിക്കുക. അതായത് അമ്മ ഈ ടെലിവിഷനിലുള്ള അഭിഷേകാഗ്നി കണ്ടപ്പോൾ വേറൊരു അഭിഷേകാഗ്നി എപ്പിസോഡിൽ 14 അരിമ്പാറ ചോര ഒലിക്കുന്ന അരിമ്പാറയുള്ള 14 അരിമ്പാറയുള്ള ഒരാളെ ഈശോ അഭിഷേകാഗ്നി കണ്ടപ്പോൾ അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നത് ഈ അമ്മ ബോധ്യപ്പെട്ടിരുന്നു. ആ സാക്ഷ്യം കേട്ട അമ്മ ഈ കുട്ടിയോട് പറഞ്ഞു, അതുപോലെ നമുക്ക് ഇന്ന് ഈ കാര്യത്തിലൂടെ പ്രാർത്ഥിക്കാം, കർത്താവ് ഇടപെടും എന്നിങ്ങോട്ട് പറഞ്ഞ് വിശ്വാസം കൊടുത്ത്. എന്നിട്ട് 2 പേരും കൂടി അങ്ങോട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ദിവ്യകാരുണ്യത്തിന്റെ സമയത്തും ഈശോയുടെയും പരിശുദ്ധാത്മാവിന്റെയും പിക്ചർ സ്ക്രീനിൽ വരുന്ന സമയത്ത് ഈ കൈ സ്ക്രീനിൽ തൊട്ട് വെച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ തിരുരക്തം അഭിഷേകം ചെയ്ത് എൻ്റെ ഈ അരിമ്പാറയെ സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ അങ്ങ് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ 17 അരിമ്പാറയിൽ അധികം കൂടുതലുണ്ടായിരുന്ന എൻ്റെ കയ്യിൽ നിന്ന് കുറെ അരിമ്പാറകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. കുറെ അരിമ്പാറകൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയി, വിട്ടുപോയി. ഇനി ബാക്കിയുള്ളതിന്റെ കാര്യം എന്താ? ശേഷിച്ച അരിമ്പാറയെ ഞാനിങ്ങനെ കിള്ളി നോക്കിയപ്പോൾ അതിങ്ങനെ ഓരോന്നുമായിട്ട് അടർന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഓരോന്ന് ഞാനും പോരാന്ന് പറഞ്ഞ് ചാടി അതും പോകുന്നു. ഇങ്ങനെ നുള്ളി അരിമ്പാരം ഇറക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതൊരു പുതിയ സംഗതിയാണ്. അഭിഷേകിനെ കാണുക, അരിമ്പാരം നുള്ളിയെടുത്ത് കളയുക. ആ 17 അരിമ്പാറ ഉണ്ടായിരുന്ന കൈയാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം ആ അരിമ്പാറ ഓരോന്നും അടർന്നു പോയപ്പോൾ അതിന്റെ സ്ഥാനത്ത് പുതിയ തൊലി നൽകി ഈശോ എന്നെ. അവിടെ പാടില്ല, അരിമ്പാറ പോയതിന്റെ പാടെങ്കിലും കാണണ്ടേ? ആ പാട് പോലും അത് നല്ലൊരു കൈ, പുതിയ കൈ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കും. അരിമ്പാറിന്റെ കൈ കാണിച്ച് എങ്ങനെ കാണിക്ക്? യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. നോക്കിയേ, ഒരു പാട് പോലും ഇല്ലാതെ ഈശോ കൈ പരിപൂർണമായി സുഖപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിച്ചു. നോക്ക്, കർത്താവിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കുട്ടിയുടെ നിഷ്കളങ്ക സ്നേഹം കണ്ടോ? ആ കുട്ടിക്ക് വിശ്വാസമായി.
ദൈവമാണ്, ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമായപ്പോൾ എന്ത് ചെയ്തു? അഡോറേഷൻ നടക്കുന്ന സമയത്ത് ഈ കൈ ഇങ്ങനെ കാണിച്ച് ഇതാ കണ്ട കർത്താവേ, ഇതാ കണ്ട കർത്താവേ എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് കുട്ടികൾ കൊടുന്ന് രോഗമുള്ള ഭാഗം കാണിക്കുന്ന മാതിരി ഈശോയുടെ മുമ്പിൽ അങ്ങോട്ട് കാണിക്കുക. അത് റിസൾട്ട് ഉണ്ടായി. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ദൈവം നമ്മളെ പുതുക്കി പണിയുമ്പോൾ ശരീരത്തിൽ തകർന്നവരെ ദൈവം പുതുക്കി പണിയും. തകർന്ന ശരീരങ്ങളൊക്കെ പുതുക്കി പണിയാൻ ദൈവത്തിന് പറ്റും. ഹൃദയത്തിൽ തകർന്നവരെ ദൈവം പുതുക്കി പണിയും. ആത്മാവിൽ തകർന്നവരെ ദൈവം പുതുക്കി പണിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യം ശരീരത്തിൽ തകർന്നവരെ. ശരീരത്തിലുള്ള തകർച്ചയാണ് രോഗങ്ങൾ, അതുപോലെ അംഗവൈകല്യങ്ങൾ, അതും അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിയില്ല, ശരീരം ശരിക്കും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല, ഉദരം ശരിയല്ല, ക്യാൻസർ വന്ന് മരിക്കാറായി. അതിനെ വീണ്ടും ജീവിപ്പിക്കാൻ കർത്താവിന് കഴിയും. മരിച്ചു പോയവരെ പോലും ജീവിപ്പിക്കാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ.